നമസ്കാരം. ഹസീന വിഷയത്തിൽ ഇന്ത്യയുടെ അടുത്ത നിലപാടെന്തായിരിക്കും? ഒരുപാട് നാളുകളായി സജീവ ചർച്ചയിലായിരിക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ തേടുന്നത്. കാരണം ഹസീനയെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് പ്രൊഫസർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യക്ക് നയതന്ത്രക്കുറിപ്പ് വീണ്ടും അയച്ചിരിക്കുകയാണ്. ആത്യന്തികമായി തന്റെ സർക്കാരിനെ അട്ടിമറിച്ച വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഹസീന കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിലാണുള്ളത്. അറിയാമല്ലോ, ഹസീനയെ കൈമാറാൻ തന്റെ ഭരണകൂടം ശ്രമിക്കുമെന്ന് യൂനുസ് നേരത്തെ പറഞ്ഞിരുന്നു. അന്നു മുതൽ അവർ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ്. എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? യൂനുസ് എന്താണ് പറയുന്നത്? ഇന്ത്യ ബംഗ്ലാദേശിന്റെ ആഹ്വാനം സ്വീകരിക്കുമോ? പരിശോധിക്കാം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നാൽ ഹസീനയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് യൂനുസ് സർക്കാർ ന്യൂഡൽഹിയിലേക്ക് നയതന്ത്രക്കുറിപ്പ് അയച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്കായിട്ടാണ് ബംഗ്ലാദേശ് അവരെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചത് എന്നാണ് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹുസൈൻ പറയുന്നത്. ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ അഥവാ ICT ഹസീനയ്ക്കും അവരുടെ മുൻ ക്യാബിനറ്റ് മന്ത്രിമാർക്കും ഉപദേശകർക്കും സൈനിക സിവിൽ ഉദ്യോഗസ്ഥരും ഒക്കെ മനുഷ്യത്വത്തിനും വംശഹത്യക്കുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് നേടിയുള്ള ആക്രമണങ്ങളിലും ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നിലവിൽ വഷളായിരിക്കുകയാണ്. ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരായ നിരവധി ആക്രമണ സംഭവങ്ങളും അയൽ രാജ്യത്തെ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇന്ത്യയിൽ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ശക്തമായ ആശങ്കകൾക്ക് കാരണമായിരിക്കുകയാണ്. യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ വംശഹത്യ നടത്തിയെന്നും തന്നെ പുറത്താക്കിയതിനു ശേഷം ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും ഹസീനയും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതികരണം നടത്തിയിരുന്നു. NDTVയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ലണ്ടനിലെ അവാമി ലീഗ് അനുഭാവികളെ വെർച്വൽ കോളിലൂടെ ഹസീന ബന്ധപ്പെട്ടിരുന്നു. ഓഗസ്റ്റ് 5 മുതൽ ന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ബുദ്ധമതക്കാരുടെയും ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വ്യാപകമാണ്. ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. പുതിയ ഭരണത്തിന് കീഴിൽ ജമാഅത്തും തീവ്രവാദികളും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണ്, അല്ല അവർ വിലസുകയാണ്. ബംഗ്ലാദേശ് ഇപ്പോൾ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കിയ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പിടിയിലാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിലും ഞങ്ങളുടെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ യൂനുസിന്റെ നേതൃത്വത്തിൽ ഇല്ലാതാക്കപ്പെട്ടു. ഇങ്ങനെയായിരുന്നു ഹസീനയുടെ പ്രതികരണം. ഇനി നേരെ മറിച്ച് നമുക്ക് യൂനുസ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കുകയാണെങ്കിൽ, ഹസീനയെ ഇന്ത്യയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ തന്റെ ഭരണകൂടം ശ്രമിക്കുമെന്ന് യൂനുസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന് 100 ദിവസം തികയുന്നതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് യൂനുസ് ഇങ്ങനെ പറഞ്ഞു വെച്ചത്. മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തന്റെ സർക്കാർ തുടരുകയാണെന്നും യൂനുസ് പറയുന്നു. ഓരോ കൊലപാതകത്തിലും നീതി ഉറപ്പാക്കണം. വീണുപോയ സ്വേച്ഛാധിപതി ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കാനും ഞങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെടും. യൂനുസ് പറഞ്ഞതായി സർക്കാർ നടത്തുന്ന BSS വാർത്താ ഏജൻസി ഉദ്ധരിച്ചത് ഇങ്ങനെയാണ്. ഹസീനയെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ യൂനുസ് പരസ്പര വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം UK ആസ്ഥാനമായുള്ള ഫിനാൻഷ്യൽ ടൈംസ് ദിനപത്രത്തോട് സംസാരിച്ച യൂനുസ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് കൈമാറാൻ തന്റെ സർക്കാർ ഉടനടി ആവശ്യപ്പെടില്ലെന്ന് പറഞ്ഞു. ഹസീന സർക്കാരിനെതിരായ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ 1500ഓളം പേർ കൊല്ലപ്പെടുകയും 19,931 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഓഗസ്റ്റ് 8 അധികാരമേറ്റ യൂനുസ് അവകാശപ്പെട്ടു. അപ്പോൾ നമ്മൾ യൂനുസിനും ഹസീനയ്ക്കും ഒക്കെ പറയാനുള്ളത് നമ്മൾ അറിഞ്ഞുവെങ്കിലും ഇനി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് അതാണല്ലോ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എളുപ്പമുള്ള സാഹചര്യമല്ല. കഴിഞ്ഞ 1.5 ദശാബ്ദ കാലത്തെ പിന്തുണ ഹസീനയ്ക്കും അവരുടെ അവാമി ലീഗിനും ഇന്ത്യ നൽകി വരികയാണ്. കൂടാതെ ധാക്കയിൽ ന്യൂഡൽഹിയുടെ ആധിപത്യം നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് വിദഗ്ധർ പറയുന്നുമുണ്ട്. ഇന്ത്യയുടെ പ്രാദേശിക നയത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത്. ധാക്കയിലെ സെന്റർ ഫോർ പോളിസി ഡയലോഗിലെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധയായ ദേബപ്രിയ ഭട്ടാചാര്യ BBC-യോട് പറയുന്നത് ഇങ്ങനെയാണ്. ന്യൂഡൽഹി തങ്ങളുടെ പ്രാദേശിക പങ്കാളികളുടെ കാഴ്ചപ്പാടുകളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിട്ടുണ്ടെന്ന് ഭട്ടാചാര്യ പറയുന്നു. ഞാൻ ബംഗ്ലാദേശിനെ കുറിച്ച് മാത്രമല്ല ഈ മേഖലയിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നു, ഭട്ടാചാര്യ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ അവർക്ക് എങ്ങനെ ആതിഥ്യം അരുളുന്നു എന്നത് പ്രശ്നമല്ല, എന്നാൽ ഇവിടെ താമസിക്കുന്ന ആഭ്യന്തര കാര്യങ്ങളിൽ അവർ എങ്ങനെ ഇടപെടുന്നു എന്നത് ബംഗ്ലാദേശികൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിലെ ഇടക്കാല സർക്കാരിനെതിരെ അവർ സംസാരിച്ചാൽ അത് ശത്രുതാപരമായ നടപടിയായി കണക്കാക്കാനും സാധ്യതയുണ്ട്. ഭട്ടാചാര്യ നേരത്തെ മുന്നറിയിപ്പ് നൽകി.
അതേസമയം മതന്യൂനപക്ഷങ്ങൾ അക്രമത്തിന് വിധേയരായ ഏതാനും കേസുകളിലെ എല്ലാ സംഭവങ്ങളും തന്റെ സർക്കാർ അന്വേഷിക്കുന്നുണ്ടെന്ന് യൂനുസ് പറഞ്ഞു. ഹിന്ദു സമുദായങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെ ഒരു പൗരനും അക്രമത്തിന് ഇരയാകാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഇടക്കാല സർക്കാർ അധികാരമേറ്റപ്പോൾ ബംഗ്ലാദേശ് തികച്ചും സുരക്ഷിതമായ രാജ്യമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി പടർത്താനുള്ള ശ്രമമാണ് നടന്നതെന്ന് യൂനുസ് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ അവർ അക്രമത്തിനും വിധേയരായിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഹൈപ്പുകളും പൂർണ്ണമായും അതിശയോക്തിപരമായിരുന്നു. ഈ ചെറിയ അക്രമ സംഭവങ്ങൾ പ്രധാനമായും രാഷ്ട്രീയമായിരുന്നു, അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ സംഭവങ്ങൾക്ക് മതപരമായി നിറം നൽകി രാജ്യത്തെ വീണ്ടും അസ്ഥിരമാക്കാനുള്ള ദുഷ്പ്രയത്നമാണ് നടത്തുന്നതെന്നും എല്ലാവരുടെയും സഹകരണത്തോടെയാണ് സർക്കാർ ഈ സാഹചര്യത്തെ ശക്തമായി നേരിട്ടതെന്നും അദ്ദേഹം പറയുന്നു. തന്റെ സർക്കാർ അധികാരമേറ്റ് 2 മാസത്തിന് ശേഷം രാജ്യത്തുടനീളമുള്ള 32,000 പൂജാ മണ്ഡപങ്ങളിൽ ദുർഗാപൂജ ആഘോഷിച്ചതായി യൂനുസ് പറയുന്നു. ദുർഗാപൂജയ്ക്കിടെ സർക്കാർ വിപുലമായ സുരക്ഷാ ഒരുക്കങ്ങളാണ് നടത്തിയതെന്നും അതിനാൽ ഹിന്ദു സമുദായങ്ങൾ ഉത്സവം സുഗമമായി ആഘോഷിക്കുമെന്നും അദ്ദേഹം പറയുന്നു. 170 ദശലക്ഷം ബംഗ്ലാദേശ് ജനസംഖ്യയിൽ ഹിന്ദുക്കൾ വെറും 8% മാത്രമാണ്. പ്രധാനമന്ത്രി ഹസീനയെ പുറത്താക്കിയതിന്റെ ഫലമായി പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷവും ന്യൂനപക്ഷ ഹിന്ദു സമുദായ അംഗങ്ങൾ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ നശീകരണവും ക്ഷേത്രങ്ങൾ നശിപ്പിക്കലും പതിവായി നേരിട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ രൂപീകരിക്കുമെന്നും തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലെ പരിഷ്കാരങ്ങൾ മത്സരിച്ച് തിരഞ്ഞെടുപ്പ് റോഡ് മാപ്പ് പ്രഖ്യാപിക്കുമെന്നും യൂനുസ് പറയുന്നു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് റോഡ് മാപ്പ് ലഭിക്കും, അദ്ദേഹം പറയുന്നു. തിരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തുമെന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി യൂനുസ് തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ നടപടികൾ സർക്കാർ ആരംഭിച്ചതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യ ഹസീനയെ വിട്ടു നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം ബംഗ്ലാദേശ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവുമാണ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാനാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.